കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാലക്കാട് നടക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമ്മുടെ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. കാരണം ഇതൊരു സർവകക്ഷി യോഗമല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. യോഗമല്ല, കാരണം വിളിച്ചത് ചർച്ചയാണ്. അപ്പോൾ BJPയുമായി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ആദ്യം ഞങ്ങളുടെ MLAക്കെതിരെ അല്ല, ഞങ്ങൾക്ക് തന്നത് നോട്ടീസ് പ്രകാരം ചർച്ച എന്നാണ് പറഞ്ഞത്. സർവകക്ഷി യോഗം എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ തെളിവ് വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. എന്നാൽ ഈ യോഗത്തിൽ BJP CPM അംഗങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. സമാധാന ചർച്ച നടത്തുമ്പോൾ അത് ഔദ്യോഗിക സംവിധാനം വരുമ്പോൾ എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയാണല്ലോ ക്ഷണിക്കുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾ ആ മര്യാദ പാലിക്കണം. ഇത് ഞങ്ങൾക്ക് ശക്തമായ സംശയമുണ്ട്. ഈ കാര്യത്തിൽ വർഗീയത ഇളക്കിവിടുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ നഗരത്തിൽ മതനിരപേക്ഷത തകർത്ത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള പ്രത്യേക അജണ്ട തയ്യാറാക്കിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതിനെ ശക്തമായ രൂപത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM നേരിടും. ഈ കാര്യത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും. സർവകക്ഷി എല്ലാവരും വിളിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ യോഗത്തിൽ സമാധാനത്തിൻ്റെ വള്ളരിപ്രാവുകളായ കോൺഗ്രസ്സുകാരും പങ്കെടുത്തിട്ടില്ല. സർവകക്ഷി യോഗത്തിൽ നിലവിൽ CPMൻ്റെ പ്രതിനിധികളും BJPയുടെ പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീറ്റിങ്ങിൽ പോലീസ് അവരോട് ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട്. ഒന്ന്, ഈ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള മാർച്ച് ഒഴിവാക്കണം. അതുപോലെ തന്നെ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള പ്രകോപനപരമായിട്ട് പ്രസ്ഥാനങ്ങൾ ഒഴിവാക്കണം. ഈ രണ്ട് കാര്യമാണ് പോലീസ് ആവശ്യപ്പെട്ടത്. അവരെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധ പ്രോഗ്രാമുകൾക്കോ മറ്റൊന്നും പ്രശ്നങ്ങളില്ല. ഇത്തരത്തിൽ പാർട്ടി ഓഫീസിലേക്കുള്ള മാർച്ച് വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള പ്രകോപന പ്രസ്ഥാനങ്ങൾ ഒരു കാര്യം നടത്താൻ പാടെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടിക്കാർ അംഗീകരിച്ചിട്ടുണ്ട്.